ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഗുരുവിനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ വോട്ട് പോയി, ഹിന്ദുക്കളുടെ വോട്ട് CPM നിന്ന് പോയി എന്നുള്ളത് നല്ല വിഷമമുണ്ടല്ലേ പിണറായിക്ക്? തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ വോട്ട് CPM നിന്ന് പോകുന്നതിൽ പിണറായിക്ക് പ്രയാസം ഉണ്ടാകും. പിണറായി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി, അത് തടുത്തു നിർത്താൻ വേണ്ടി പെടാപ്പാട് പെടും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഗുരുദേവ ദർശനത്തെ വക്രീകരിച്ച് ഏകാത്മകമായി അവതരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ചിലരിൽ ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്കതിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഏകാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. ഏകം എന്ന് പറഞ്ഞാൽ കേവലം എന്നാണ്. ശ്രീനാരായണ ഗുരുദർശനത്തിൻ്റെ കേവല സ്വഭാവത്തെ ആരെങ്കിലും ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം കേവലമായതുകൊണ്ട് അതിനെ പലതായി അറിയുകയും പറയുകയും ചെയ്യാം. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം കേവലമാണ്. ഏകം എന്ന് പറഞ്ഞാൽ കേവലം എന്നുകൂടിയാണ് അതിനർത്ഥം. സത്യം കേവല സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അതിനെ അറിയുന്നവരും പറയുന്നവരും പലതായി അറിയുകയും പറയുകയും ചെയ്യും. അപ്പോൾ ശ്രീനാരായണ ഗുരുദർശനത്തെയും അതിനറിയുന്നവരും പറയുന്നവരും അതിൻ്റെ കേവല സ്വഭാവത്തെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിന് തെറ്റായിട്ട് പറയാൻ സാധ്യമല്ല. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഇനി ശ്രീനാരായണ ഗുരു ദർശനത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? കമ്മ്യൂണിസം ഒരു മതമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പിണറായി വിജയൻ ഹിന്ദു അല്ലല്ലോ. ഹിന്ദു പേരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മതാനുയായിയാണ്. അങ്ങനെ കുറേ പേരുണ്ട് ഹിന്ദുക്കളിൽ. അവരെ ഹിന്ദുവായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അവർ വേറൊരു മതത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മത അനുയായികൾ പറഞ്ഞിരിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ആത്യന്തികമായ സത്യം എന്ന് പിണറായി വിജയന് വിശ്വസിക്കാം. പക്ഷെ അത് മറ്റുള്ളവർ വിശ്വസിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ശഠിക്കാൻ പാടില്ല. കാരണം ഇത് ഗുരുദർശനമല്ലേ, അതിനങ്ങനെ ശഠിക്കാൻ പാടില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുകയും ദാസ് ക്യാപിറ്റൽ അരച്ച് കലക്കി കുടിക്കുകയും ചെയ്തതിന് ശേഷമല്ലല്ലോ ശ്രീനാരായണ ഗുരുദേവൻ ഇതൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സ്രോതസ്സു വരുന്നത് വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നല്ലേ. ഭാരതത്തിൻ്റെ വേദ ഇതിഹാസങ്ങളുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഗുരുദേവൻ പിന്തുടരുന്നത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന ഋഗ്വേദ സൂക്തത്തെയാണ്. ഇതാണ് എനിക്ക് അതിന് മറുപടി പറയാനുള്ളത്. ഇനി യുക്തിയും സ്വാതന്ത്ര്യവും ഹനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് യുക്തിക്കും നീതിക്കും നിരക്കാത്ത യാതൊന്നും ഒരാളിൽ നിന്നും സ്വീകരിക്കാൻ ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ്. ഏത് കാര്യം ആര് പറഞ്ഞാലും അത് യുക്തിക്കും നീതിക്കും നിരക്കുന്നതായിരിക്കണം. ആ യുക്തിക്കും നീതിക്കും നിരക്കാത്ത കാര്യം ഏതെങ്കിലും ഒരു മതാനുയായി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. യുക്തിക്കും നീതിക്കും നിരക്കാത്ത കാര്യം കമ്മ്യൂണിസ്റ്റ് മതസ്ഥർ പറഞ്ഞാലും അസ്വീകാര്യമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു കാരണവശാലും യുക്തിക്കും നീതിക്കും നിരക്കാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നതിനോട് യോജിക്കുമ്പോൾ തന്നെ അത് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കാതിരിക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്യണം. കാരണം അവരാണത് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വിപ്ലവമാണെന്നൊക്കെ ഇവർ പറയും. ഇനി ഇത് ഗുരുദേവനെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ, പിണറായി വിജയൻ പറയുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ദൈവമേ കൈവിടാതെ അങ്ങ് കാത്തുകൊള്ളുക ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻ തോണി നിൻപദം എന്നാണ്
ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയിരിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന പിണറായി വിജയൻ അംഗീകരിക്കുന്നില്ല. കാരണം പിണറായി വിജയന് ദൈവമില്ല. പിണറായി വിജയൻ ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് വിഭാവനം ചെയ്യുന്ന ഒരു പ്രപഞ്ച സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവനും രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വ്യത്യാസവും കൂടി നമ്മൾ നോക്കിയിരിക്കണം. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വ്യത്യാസമില്ലേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, ആ വൈരുദ്ധ്യം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുണ്ട്. ഇപ്പം മണ്ണന്തല ദേവി സ്തവം എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ. അതെ, ശിവനെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും കാളിദേവിയെക്കുറിച്ചുമൊക്കെ എത്രയോ സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. ആ സ്തോത്രകൃതികളെല്ലാം ഹൈന്ദവ ദേവീ ദേവന്മാരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ എഴുതിയിരിക്കുന്ന കൃതികൾ, ആ കൃതികളെ വായിച്ചതിന് ശേഷം ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് മതക്കാരൻ എന്ന നിലക്ക് ശ്രീനാരായണ ഗുരുദേവനെ സമീപിക്കാനും മനസ്സിലാക്കാനുമുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് ഈ വൈരുദ്ധ്യത്തെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തെ ഒരാൾക്കും യുക്തിയും സ്വാതന്ത്ര്യവും നീതിയും ഇല്ലാതെ കാണുക അസാധ്യമാണ്. അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത് പുള്ളി പറയുന്നത് സർവമത സമന്വയ ദർശനം. അതാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് എന്നാണ്. ഇത് അദ്ദേഹം എല്ലാവരും കൊണ്ട് അംഗീകരിപ്പിച്ചാൽ മതി. കാരണം ഈ സർവമത സമന്വയ ദർശനം എന്നുള്ളത് പ്രച്ഛന്ന ഹിന്ദു മതമാണ് എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക ക്രൈസ്തവ പണ്ഡിതന്മാരാണ്. കാരണം എബ്രഹാമിക് മതങ്ങൾക്ക്, പ്രവാചക മതങ്ങൾക്ക് അങ്ങനെ സർവമത ദർശന സമന്വയം അംഗീകരിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇസ്ലാം പറയുന്നത് മുഹമ്മദ് നബി അവസാനത്തെ അന്ത്യപ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ അരുളപ്പാടുകളെല്ലാം ജിബ്രിയേൽ മാലാഖ വന്നിട്ട്, ഈ അല്ലാഹുവിൻ്റെ അരുളപ്പാടുകൾ ജിബ്രിയേൽ മാലാഖ വന്ന് ഇദ്ദേഹത്തിന് പറയുകയും അദ്ദേഹം അത് നമുക്ക് പറഞ്ഞു തരികയും ആ ഒരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ വള്ളി പുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും അത് നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. അവിടെ സ്വാതന്ത്ര്യവുമില്ല, യുക്തിയുമില്ല. ആ പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് അംഗീകരിക്കാൻ അവരുടെ മതവിശ്വാസം അനുസരിച്ച് സാധ്യമല്ല. അത് പറയണം. അവരുടെ മതവിശ്വാസം അനുസരിച്ച് സാധ്യമല്ല. ഇതേ പ്രശ്നം ക്രിസ്തുമതത്തിനുമുണ്ട്. യേശുദേവനില്ല, ക്രിസ്തുമതത്തിനുണ്ട്. ക്രിസ്തുമതം പറയുന്നത് യേശുദേവൻ ഏകരക്ഷകൻ എന്നാണ്. ഒരേ ഒരു ദൈവപുത്രൻ, ഏകരക്ഷകൻ. അങ്ങനെ പറയുന്നത് അംഗീകരിച്ചാലേ ക്രിസ്ത്യാനിയാകാൻ കഴിയുള്ളൂ. അതാണ് ഏറ്റവും സമുന്നതം എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിലേക്ക് എത്താനുള്ള ഏക മാർഗവും അതുതന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മതങ്ങളെ കൊണ്ടുകൂടി അദ്ദേഹം ഈ സർവമത ദർശന സമന്വയം അംഗീകരിപ്പിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ആ രണ്ട് മതങ്ങളുടെയും സാങ്കത്യത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിന്ദുമതത്തിന് അതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതം എന്ന് പറയുന്ന സനാതനധർമ്മത്തിൽ ഏറ്റവും വലിയ ഭൗതികവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന ചാർവാകം മുതൽ അദ്വൈതം വരെയുള്ള ദർശനഭേദങ്ങൾ, ദർശനഭാവങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. ആ ദർശനങ്ങളെ മുഴുവൻ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ദർശനം എന്നുള്ളതും ശരിയാണ്. അങ്ങനെ ഒരു കാര്യം ഇവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ട്. അത് മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ അശാസ്ത്രീയവും അബദ്ധജടിലങ്ങളുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആര് പ്രചരിപ്പിക്കുന്നു? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ശാസ്ത്രീയം. ഈ ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ.
ആ ശാസ്ത്രീയം എന്നുള്ളത് 18-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് ഉണ്ടാക്കുന്ന വിജ്ഞാനമാണ് ശാസ്ത്രീയം എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. അപ്പോൾ ആ ശാസ്ത്രീയം എന്ന വാക്ക് തന്നെ പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സയൻറ്റിഫിക് ഡിസ്കവറിയും സയൻറ്റിഫിക് പ്രാക്ടീസും രണ്ട് യുക്തിഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്ന, അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്ര സങ്കല്പം നിലനിൽക്കുന്ന കാലത്താണ് ഈ ശാസ്ത്രീയതയെക്കുറിച്ച് പറയുന്നത്. ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കമ്മ്യൂണിസം ശാസ്ത്രമാണ് എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രീയതയാണെങ്കിൽ അതൊരു വിഡ്ഢിത്തത്തിൻ്റെ അതിനപ്പുറത്തേക്ക്, അതൊരു ദുശാഠ്യത്വത്തിനപ്പുറത്തേക്ക് അതിന് യാതൊരു നിലനിൽപ്പില്ല എന്നുള്ള കാര്യം, അങ്ങനത്തെ ഒരു ശാസ്ത്ര സങ്കല്പമല്ല ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് എന്ന കാര്യം ദയവായി അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ പറയുന്ന 5-ാമത്തെ കാര്യം പറയുന്നത് ആശാസ്യമല്ല ജാതിഭേദം. ജാതി ഇല്ലാതെയാക്കാനല്ല ഗുരുദേവൻ ശ്രമിച്ചിരിക്കുന്നത്, ജാതി ഭേദമില്ലാതെയാക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികൾ കൂടി വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ജാതിഭേദം, ആ ജാതിഭേദ വിചാരം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സിലാണ്. മനുഷ്യ മനസ്സിൽ നിന്ന് ജാതിഭേദ വിചാരത്തെ നിഷ്കാസിതം ചെയ്ത് അതിനെ ഉന്മൂലനം ചെയ്ത് മനുഷ്യ മനസ്സിനെ പവിത്രമാക്കി എല്ലാത്തിനെയും സമഭാവനയോടെ കാണാനുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കലാണ് ഗുരുദേവ ദർശനത്തിൻ്റെ ലക്ഷ്യം. അതാണ് ഗുരുദേവൻ പറഞ്ഞത്, അല്ലാതെ ഇദ്ദേഹം പറയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ജാതി ഇല്ലാതെയാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു നിയമം നിർമ്മിച്ചാൽ പോരെ. ഒരു നിയമം നിർമ്മിച്ചാൽ ജാതി ഇല്ലാതെയാകുമോ? ഇല്ലാതെയാകില്ലല്ലോ. ജാതി ഭേദം മനുഷ്യ മനസ്സിലാണുള്ളത്. ആ മനുഷ്യ മനസ്സിനെ വിമലീകരിച്ച് മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ അഴുക്കുകളെ മുഴുവൻ മാറ്റിയെടുക്കാനുള്ളൊരു മെത്തേഡാണ് ഗുരുദേവ ദർശനം നമുക്ക് നൽകിയത്. അതിനെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പിണറായി വിജയനോട് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്.